വാക്സിൻ കൊടുത്തതിലെ പിഴവ് മൂലമാണ് അനീക എന്ന 5 വയസ്സുകാരിയുടെ ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്. 2 മാസം മുൻപ് ഒക്ടോബർ 17 ഈ കുട്ടിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ വാക്സിൻ കൊടുത്തു. ഇപ്പോൾ ഇന്നലെ രാവിലെയാണ് മരണമുണ്ടായിരിക്കുന്നത്. ഇത് പ്രതികരിക്കാനായിട്ട് അനീകയുടെ അച്ഛൻ അജയനും അമ്മയും ഉണ്ട്. എപ്പോഴായിരുന്നു വാക്സിൻ കൊടുത്തത്? എവിടെയാണ് വാക്സിൻ കൊടുത്തത്? ഒക്ടോബർ 17 വാക്സിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2 ദിവസം പനി വരും പറഞ്ഞു. 2 ദിവസം പനി വരും പറഞ്ഞതിന് ശേഷം ഞങ്ങളപ്പോൾ കഴിഞ്ഞ് മാറുമെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല. പിന്നെ പനി മാറാണ്ടായപ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്തുള്ള ക്ലിനിക് സെൻ്ററിൽ പോയിട്ട് മരുന്ന് കൊടുത്തു. പിന്നെ വീണ്ടും വിട്ട് പിന്നെയും വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ വയറുവേദന സ്റ്റാർട്ട് ചെയ്തു. വയറുവേദനയിൽ നിന്ന് പിന്നെ വയറുവേദനയ്ക്ക് മരുന്ന് കൊടുത്തതിന് പിന്നെ ഛർദ്ദിച്ചു, അങ്ങനെ തളർന്നു. ഞങ്ങളപ്പോൾ പാലാനയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ സ്കാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തം വീക്കമാണ്, ഹാർട്ട് വരെ വീക്കമുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഡോക്ടറിൻ്റെ അവിടെ കാണിച്ചോളൂ പറഞ്ഞ് ജൂബിലി മിഷനിൽ എഴുതി തന്നു. അവിടെ എഴുതി തന്നു. അവിടെ എല്ലാ സ്കാനും എല്ലാം നടത്തി, ടെസ്റ്റുകളെല്ലാം നടത്തി. അപ്പോൾ ഇത് ലിവർ ഫങ്ഷൻ, ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, ഒരു സൈഡ് ഫങ്ഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞവർ. അപ്പോൾ പിന്നീട് ഞങ്ങൾ ചിത്രയിലേക്ക് പോയി. ഇവിടുന്ന് നിർത്തി ഞാൻ മാറ്റണം. അപ്പോൾ ചിത്രയിൽ പോയപ്പോൾ ചിത്രയിൽ എന്നുള്ള അഭിപ്രായം അവരും ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. ചേച്ചി, അതിന് മുമ്പ് എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടെന്തെങ്കിലും എപ്പോഴും ഉണ്ടായിരുന്നു? ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത്ര നാളെ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5 വയസ്സിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം അറിയണം. ഞങ്ങൾക്കറിയാം. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തല്ലോ, അപ്പോൾ എന്താ പറഞ്ഞവർ? പോലീസ് പരാതി പറഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഈ വാക്സിൻ എടുത്തുകൊണ്ട് ഈ പ്രശ്നം അറിയിച്ചതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് പറയണം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്താലേ കാരണം. അപ്പോൾ ഇതിനൊക്കെ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതിനിപ്പോൾ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒരച്ഛനും അമ്മയും ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. ഒരു കുടുംബത്തിന് ഇങ്ങനെ അവസ്ഥ വരാൻ പാടില്ല. അബദ്ധം അതിന് ആർക്കും വരരുത്. ജോലിയിൽ പറ്റിയ പിഴവാണെങ്കിൽ അത് സമ്മതിക്കെങ്കിലും വേണം ഈ കുടുംബത്തോട്. ഈ അമ്മ പറയുന്നത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇനി ഒരാൾക്കും ഒരു കുഞ്ഞിനും ഇത്തരമൊരു ഗതി ഉണ്ടാവരുത്. മലഘോഷ് മോഹനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.